നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ തത്വം ബോധ്യപ്പെടുത്തുന്ന പല അനുഭവ കഥകളുമുണ്ട്. അതിലൊരു അനുഭവ കഥ പറയുകയാണ് ഒരു ഭക്ത. അമ്മയുടെ ശക്തി അംശമായ ഒരു പുത്രനെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും ഭാഗ്യം സിദ്ധിച്ച ഒരു ഭക്തയുടെ കഥയാണ്. അവരുടെ പേര് രത്നമ്മ. ഭർത്താവ് കൃഷ്ണന്റെയും അനുഭവ കഥ നമുക്കിവിടെ കേൾക്കാം. അയൽപക്കത്തുകാരിയുടെ സഹായം കൊണ്ടാണ് രത്നമ്മ വള്ളിക്കാവിലെത്തിയത്. രത്നമ്മയ്ക്ക് കുട്ടികളൊന്നും ജനിച്ചിരുന്നില്ല. ഭർത്താവ് കൃഷ്ണനും രത്നമ്മയ്ക്കും കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ദുഃഖം അവർ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ ആശപുത്രം വേണമെന്നല്ലേ? തരാം. 10 മാസം കഴിഞ്ഞ് അടുത്ത കുംഭത്തിലെ അശ്വതി നക്ഷത്രത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും എന്ന് അമ്മ സങ്കൽപ്പിച്ച് തൻ്റെ ഭക്തയോട് പറഞ്ഞു. അമ്മ പറഞ്ഞതുപോലെ രത്നമ്മ ഗർഭം ധരിച്ചു. എന്നാൽ ആശുപത്രിക്കാർ സംശയമാണ് പറഞ്ഞത്. എക്സ്റേ എടുത്തിട്ടും കുട്ടിയുടെ ലക്ഷണം കണ്ടില്ല. രത്നമ്മയുടെ ഭർത്താവിന് നിരാശയും കോപവുമായി. അദ്ദേഹം പറഞ്ഞു, കുട്ടി പിറക്കാതെ ഇനി ഞാൻ നിന്നെ വള്ളിക്കാവിൽ വിടത്തില്ല. ഇക്കാലത്ത് രത്നമ്മയ്ക്ക് അമ്മയുടെ സ്വപ്ന ദർശനം കിട്ടിയിരുന്നത് ഒരു ആശ്വാസമായി. അമ്മ പറഞ്ഞ ദിവസം തന്നെ അശ്വതി നക്ഷത്രത്തിൽ തേജസ്വിയായ ഒരാൺകുഞ്ഞ് പിറന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ അച്ഛനെ അപ്പ എന്ന് വിളിക്കും. ഈശ്വരനെ മാത്രമേ അച്ഛ എന്ന് വിളിച്ചിരുന്നുള്ളൂ. കടൽ തീരത്ത് ജനിച്ചു വളർന്ന ശക്തിപ്രസാദ് ആദ്യം മുതൽ തന്നെ മത്സ്യമാംസാദികൾ കഴിക്കുകയില്ല. രാവിലെയും വൈകിട്ടും കൃത്യമായി ധ്യാനിക്കും. അരമണിക്കൂറും അതിൽ കൂടുതലും ഇരിക്കും. ചിലപ്പോൾ കുഞ്ഞിനെ വളരെ ബുദ്ധിമുട്ടി വിളിച്ചുണർത്തേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. നന്നേ ചെറുപ്പം മുതൽ അമ്പലം കെട്ടി കളിക്കുകയും ശിവപാർവതിമാരുടെ പടം വെച്ച് പൂജിക്കുകയും ചെയ്യുക ശക്തിപ്രസാദിന്റെ ശീലമായിരുന്നു. ചിലപ്പോൾ ശക്തിപ്രസാദ് രത്നമ്മയോട് പറയും, നിങ്ങളല്ല എൻ്റെ അമ്മ. എൻ്റെ അമ്മ വള്ളിക്കാവിൽ അമ്മയാണ്, മാതാ അമൃതാനന്ദമയി ദേവിയാണ്. വീട്ടിലോ അയൽവക്കത്തോ ആർക്കെങ്കിലും അസുഖം ഉണ്ടായാൽ ശക്തിപ്രസാദ് തുളസിയിലയും ഭസ്മവും കിണ്ടിയിൽ വെള്ളവുമായി ചെന്ന് രോഗിയുടെ ദേഹത്ത് തീർത്ഥം തളിക്കും. അതോടെ രോഗം മാറുകയും ചെയ്യും. സ്വന്തം പ്രേരണ കൊണ്ടല്ലാതെ മറ്റാര് പറഞ്ഞാലും കുട്ടി ഇങ്ങനെ ചെയ്യുകയില്ല. ഒരിക്കൽ ശക്തിപ്രസാദ് വീട്ടുകാരോടുകൂടി മൂകാംബിക ക്ഷേത്രത്തിൽ പോയി. ദീപാരാധന സമയത്ത് പൂജാരി ശക്തിപ്രസാദിനെ വിളിച്ച് ശ്രീകോവിലിനകത്ത് കുറച്ചു നേരം ഇരുത്തി. ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തതെന്നും ഇത് സാധാരണ ബാലനല്ലെന്നും പൂജാരി പറഞ്ഞുവത്രേ. ഒരിക്കൽ സ്കൂളിലെ കണക്ക് അധ്യാപിക ശക്തിപ്രസാദിനോട് 100 വരെ എണ്ണാൻ പറഞ്ഞു. കുഞ്ഞെണ്ണിയില്ല. അധ്യാപികയ്ക്ക് ഭയങ്കര കോപം വന്നു. അവർ ചൂരൽ കൊണ്ട് ചുട്ട അടി കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ അധ്യാപികയുടെ വീട്ടിൽ നിന്നൊരാൾ ഓടി വന്നു. ടീച്ചറിൻ്റെ കുട്ടിക്ക് പെട്ടെന്ന് ബുദ്ധിഭ്രമം പിടിച്ചിരിക്കുന്നുവത്രേ. അധ്യാപിക വീട്ടിലേക്ക് ഓടി. പല പ്രതിവിധികളും നോക്കിയെങ്കിലും അസുഖം മാറിയില്ല. ഒടുവിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ ശക്തിപ്രസാദിൻ്റെ പ്രത്യേകതകൾ അറിയുകയും കുട്ടിയെ തല്ലിയതിൽ ക്ഷമ ചോദിക്കാൻ ശക്തിപ്രസാദിൻ്റെ വീട്ടിൽ വരികയും ചെയ്തു. രത്നമ്മ അവരോട് വള്ളിക്കാവിൽ അമ്മയുടെ കാര്യം സൂചിപ്പിച്ചു. അവർ വള്ളിക്കാവിൽ പോയതായോ കുട്ടിയുടെ അസുഖം മാറിയതായോ അറിവില്ല. ശക്തിപ്രസാദിൻ്റെ കാരുണ്യശീലം എടുത്തു പറയാനുണ്ട്. അടുത്തെവിടെയെങ്കിലും പട്ടിണിക്കാർ ഉണ്ടെങ്കിൽ അവൻ തേടിപ്പിടിച്ച് അവരെ വീട്ടിലെത്തിക്കും. ആഹാരം കൊടുക്കും. സാമ്പത്തികമില്ലാതെ വീട്ടുകാർ ഇതുമൂലം പലപ്പോഴും വിഷമിക്കാറുണ്ട്. വീട്ടുകാർ ആഹാരം കൊടുക്കാൻ മടിച്ചാൽ ശക്തിപ്രസാദ് സ്വന്തം വിഹിതം അവർക്ക് കൊടുത്തിട്ട് നിരാഹാരമിരിക്കും. രത്നമ്മ ശക്തിപ്രസാദിനെ വള്ളിക്കാവിൽ അമ്മയുടെ മകനായിട്ടാണ് കരുതുന്നത്. സ്വയം ഒരു വളർത്തമ്മയുടെ സ്ഥാനമേ അവർ സ്വീകരിച്ചിരുന്നുള്ളൂ. അമ്മ ഇത്തരം അത്ഭുത ശിശുക്കളെ കൊണ്ട് ഭാവിയിൽ എന്തൊക്കെ ഉദ്ദേശിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്നു കാണുകയേ തരമുള്ളൂ. ഹരി ഓം നമഃ ശിവായ.